നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇരിക്കൂ. താങ്ക് യു സർ. മിസ്റ്റർ കാർത്തിക്, തെറ്റുപറ്റുന്നത് ഒരു തെറ്റല്ല. തെറ്റിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തിരുത്താത്തതാണ് തെറ്റ്. നിങ്ങളുടെ ഭാര്യ നിങ്ങളോടൊരു തെറ്റ് ചെയ്തു, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു, സംഭവിച്ചുപോയി. അതിനവൾ നിങ്ങളോട് മാപ്പ് പറഞ്ഞു. നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെ ആര് പറഞ്ഞു? ആര് പറയണം? എല്ലാം ഞങ്ങൾ അറിഞ്ഞെന്ന് കരുതിയാ മതി. വീട്ടുകാരാണ് നിങ്ങളുടെ പ്രശ്നം. ഡിവോഴ്സിന് നിങ്ങൾക്കോ മൈഥിലിക്കോ യാതൊരു താല്പര്യവും ഇല്ല. വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുന്ന എന്തിന്? വളർന്നു വരുന്ന നിങ്ങളുടെ കുട്ടിയുടെ ഭാവി ജീവിതം തകർക്കുന്ന എന്തിന്? സർ, ഇങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. കേൾക്കൂ മിസ്റ്റർ കാർത്തിക്, മൈഥിലിക്ക് നിങ്ങളുമായി പിരിയാൻ യാതൊരു താല്പര്യവുമില്ല. അവൾക്ക് നിങ്ങളോടും നിങ്ങളുടെ കുട്ടിയോടൊപ്പം ജീവിക്കണമെന്ന് തന്നെ ആഗ്രഹം. അതുകൊണ്ട് ഒരു മ്യൂച്വൽ ഡിവോഴ്സ് കോടതി അംഗീകരിക്കില്ല. വീട്ടുകാർ പറയുന്നത് കേട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കരുത്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇതിലെ സുഖവും ദുഃഖവും എല്ലാം നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. നോക്കൂ മിസ്റ്റർ കാർത്തിക്, എല്ലാത്തിലുപരിയായി മുലയൂട്ടുന്ന ഒരു അമ്മയെ കുട്ടിയിൽ നിന്ന് പിരിക്കുന്നത് ശരിയാണ്? മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയല്ലേ അത്? നിങ്ങളൊരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിയമം നടപ്പാക്കേണ്ട നിങ്ങൾ നിയമവിരുദ്ധമായൊക്കെ പെരുമാറുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മൈഥിലിയോട് ക്ഷമിക്കണം. ആ കുട്ടിക്ക് നിങ്ങളെ വിട്ടുപിരിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാ അവർക്ക് നിങ്ങളെ. നിങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ തയ്യാറാകണം. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം സർ. ദാറ്റ്സ് ഫെയർ. നന്നായി ആലോചിച്ച് ഇരു കൂട്ടർക്കും സന്തോഷകരമായ ഒരു തീരുമാനം എടുക്കൂ. മറ്റൊരു ദിവസം നമുക്കിതിനായിരിക്കാം. ഷോ സർ, ഞാൻ വരാം. ഓക്കെ. കാർത്തിക്, കാർത്തിക്, കാർത്തിക് എന്താ ഇത്ര ദേഷ്യം? കാർത്തിക്, കാർത്തിക് എന്താ ഇങ്ങനെ? അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കാം. എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ആ കൗൺസിലറോട് പറഞ്ഞതൊക്കെ കാർത്തിക്, കാർത്തിക്, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. കാർത്തിക്, ഇത്രയും വേഗത്തിൽ കാർ ഓടിക്കല്ലേ. അയ്യോ അയ്യോ, ഈ സ്പീഡിലൊന്നും വണ്ടി ഓടിക്കല്ലേ. വണ്ടി എവിടെയെങ്കിലും പോയി ഇടിക്കും. നമ്മൾ മരിച്ചു പോകും കാർത്തി. കാർത്തി, ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കാർത്തി എന്നോട് ക്ഷമിക്കേ. കാർത്തി, നമ്മുടെ കുട്ടി ഓർത്തെങ്കിലും ഒന്ന് സ്പീഡ് കുറയ്ക്കുക കാർത്തി. അയ്യോ എന്റെ ഭഗവാനെ. ഇങ്ങോട്ട് ഓടി. ഓടിങ്ങോട്ടും.
കുരങ്ങളിപ്പിക്കുന്നോടി. You cheat! കാർത്തി, അരുത്, എന്നെ തല്ലരുത് കാർത്തി, പ്ലീസ് എന്നെ തല്ലരുത്. നീ എന്നെ ചതിക്കുന്നോടി. അല്ല കാർത്തി. മോനെ കാർത്തി, മോനെ കാർത്തി, എന്താ ഇത്? കാർത്തിയേട്ടം, ആരും മിണ്ടരുത്. ഇനി ഞാൻ ഇവിടെ ജീവനോടെ വച്ചേക്കില്ല. പറയടി, നിനക്കിത് എങ്ങനെ എന്നോട് ചെയ്യാൻ മനസ്സ് വന്നു? എന്റെ വീട്ടുകാരും എന്റെ ഭാര്യ പോലും എതിർത്തിട്ടും നിന്റെ ദയനീയ അവസ്ഥ കണ്ട് നിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. നീ ഈ കുടുംബത്തിൽ കാട്ടിക്കൂട്ടിയ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് നിന്നെ ഇവിടെ നിർത്തി. നല്ല രീതിയിൽ ഒരു വിഷമവും കൂടാതെ നിന്നോട് പിരിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ പലതും ക്ഷമിച്ചു. എന്നിട്ട് നീ എന്താടി എനിക്ക് തിരിച്ചു തന്നത്? കാർത്തി, കാർത്തി, മോനെ എന്താ ഉണ്ടായത്? എന്താ സംഭവിച്ചെന്ന് നീയൊന്ന് തുറന്നു പറയേ. ഇന്ന് നിന്റെ അവസാനമാ. ഇപ്പൊ നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നോളയും. മോനെ കാർത്തി, എന്താണ് കാര്യമെന്ന് നീ തെളിച്ചു പറയും. ഇവൾക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം സഹിച്ചു. ഭാര്യയെ നിലയ്ക്ക് നിർത്താനോ അവളെ സ്നേഹിക്കാനോ പറ്റാത്തൊരു ഭർത്താവാക്കി ഇവളെന്നെ മാറ്റി. പബ്ലിക്കിന് മുന്നിൽ ഇവളെന്നെ നാണം കെടുത്തി, എന്നെ ഒരു പിടിപ്പ് കിട്ടവനാക്കി മാറ്റി. ഇത്രയൊക്കെ ദ്രോഹം എന്നോട് കാണിച്ചിട്ടും ഒരു പെണ്ണല്ലേ, എന്നോടൊപ്പം കഴിഞ്ഞവളല്ലേ എന്ന് കരുതി ഞാൻ ഇവളോട് ക്ഷമിച്ചു. കാർത്തിയേട്ടാ, നിങ്ങൾ കൗൺസിലിംഗിന് പോയിട്ട് എന്തായി? ഞങ്ങൾക്ക് എല്ലാവർക്കും അതാ അറിയേണ്ടത്. ഡിവോഴ്സിന് സമ്മതിച്ച് കൗൺസിലിംഗിന് പോയ ഇവൾ കൗൺസിലറുടെ മുന്നിലെത്തിയപ്പോ കാല് മാറി. ഇവൾ നേരം നിറയില്ലാത്ത ഇവൾ തീരുമാനം മാറ്റി. എന്താ ഇവൾ കൗൺസിലറുടെ മുന്നിൽ പറഞ്ഞെന്നറിയോ? എനിക്ക് ഇവളുമായിട്ട് പിരിയാൻ യാതൊരു താല്പര്യമില്ലെന്ന്. എന്റെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഡിവോഴ്സിന് നിർബന്ധിക്കുന്നതെന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.